ലിയോയ്ക്ക് ഇന്ന് സ്പെഷ്യൽ ഗെയിമാണ്. 37ാം പിറന്നാളിന് ശേഷമുള്ള ആദ്യ മത്സരം. ഇത്തവണ പിറന്നാൾ ആഘോഷം അമേരിക്കയിലാണ്. അമേരിക്കയിൽ കോപ്പയ്ക്ക് ലിയോ ഇറങ്ങുമ്പോൾ കൈവിട്ടുപോയ അമേരിക്കൻ കോപ്പ ഓർക്കാതിരിക്കാൻ വഴിയില്ല. 2016 അമേരിക്കയിൽ നൂറ്റാണ്ടിൻ്റെ കോപ്പ നടന്നത്. അന്ന് ഫൈനലിലാണെങ്കിൽ ഇന്ന് ഗ്രൂപ്പിലാണ് ചിലി. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ കടം വീട്ടാൻ മെസ്സിപ്പട ഒരുങ്ങിക്കഴിഞ്ഞു. ചിലിയോട് അർജന്റീനയ്ക്ക് 2 ഫൈനലിൻ്റെ കടം വീട്ടാനുണ്ട്. 2 ഷൂട്ടൗട്ട് ദുരന്തമാണ് അർജന്റീന ചിലിക്കെതിരെ നേരിട്ടത്. അന്നത്തെ ചിലിയല്ല ഇന്നത്തെ ചിലി എന്നറിയാം. എന്നാൽ അന്നത്തെ അർജന്റീനയും അല്ല ഇപ്പോഴത്തെ അർജന്റീന. പഴയതുപോലെയല്ല ഇപ്പോൾ അർജന്റീന. ആരെ മുന്നിൽ കിട്ടിയാലും ഒന്ന് കൊട്ടിവിടാൻ കെൽപ്പുള്ള ടീമാണ് അർജന്റീന. അതെ, സ്കലോണിപ്പട. അതുകൊണ്ട് തന്നെ ഇത്തവണ അമേരിക്കയിൽ അവരെ കിട്ടുമ്പോൾ ഒട്ടും മോശക്കാരാവാതെ മെസ്സിപ്പട അടിച്ചുകൂട്ടാൻ സാധ്യതയേറെയാണ്. ബുധനാഴ്ച രാവിലെ കൃത്യം 6:30 മത്സരം. ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ നേരിട്ടപ്പോൾ 2 ഗോളിന് അർജന്റീന വിജയിച്ചിരുന്നു. എന്നാൽ മറ്റൊരു എതിരാളി പെറുവാണ്. അവർക്കെതിരെ ചിലെ നേരിട്ടപ്പോൾ മത്സരം സമനിലയായിരുന്നു. പോയിന്റ് ടേബിളിൽ നിലവിൽ അർജന്റീനയാണ് 1ാം സ്ഥാനത്ത്. അടുത്ത മത്സരത്തിൽ കൂടി അർജന്റീന ജയിച്ചാൽ 1ാം സ്ഥാനം ഏറെക്കുറെ ഉറപ്പാണ്. അടുത്ത റൗണ്ടിലേക്കും അർജന്റീന പ്രവേശനം ഉറപ്പിക്കും. പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ചിലിയും പൊരുതും. അവർക്കും വിജയം അനിവാര്യമാണ്. എങ്കിലും മെസ്സിപ്പടയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് ലിയോണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗെയിമിന് തയ്യാറാവുകയാണ്. 37ാം പിറന്നാളിന് ശേഷമുള്ള ആദ്യ മത്സരം. അമേരിക്കയിലെ ഫൈനലിൻ്റെ സങ്കടം മാറ്റാൻ മുന്നിൽ ചിലി തന്നെ. എല്ലാം കൊണ്ടും ലിയോണൽ മെസ്സിക്ക് ഈ മത്സരം ജയിച്ചേ തീരൂ. കോപ്പ യൂറോ കപ്പ് അപ്ഡേറ്റ്സുകൾ അറിയാൻ സോക്കർ ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.